കേരളത്തിലെ കുറ്റകൃത്യ ചരിത്രത്തിലെ ചുരുളഴിക്കപ്പെടാത്ത സുകുമാരക്കുറുപ്പിന്റെ തിരോധാനം 42 വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ്. കുറുപ്പിനെ നേരിൽ കണ്ടതായി അവകാശപ്പെടുന്ന നഴ്സ് രത്നമ്മയുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1988-ൽ ജാർഖണ്ഡിലെ ആശുപത്രിയിൽ വെച്ച സുകുമാരക്കുറുപ്പിനെ കണ്ടുവെന്നാണ് രത്നമ്മ പറയുന്നത്. നഴ്സിംഗ് വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് ജാർഖണ്ഡിലെ ബൊക്കാറോ ജനറൽ ആശുപത്രിയിൽ ICUവിൽ കുറുപ്പിനെ കാണുന്നത്. രോഗിയെന്ന നിലയിൽ പങ്കുവച്ച വിവരങ്ങളിൽ നിന്നാണത് സുകുമാരക്കുറുപ്പാണെന്ന് മനസ്സിലായതെന്നും രത്നമ്മ പറഞ്ഞു. 1988-ലാണ് ഞാൻ അവിടെ ബൊക്കാറോ സ്റ്റേറ്റ് ഹോസ്പിറ്റലിൽ സ്റ്റുഡൻ്റായിട്ട് പോകുന്നു. ആ സമയത്താണ് സുകുമാരക്കുറുപ്പിനെ കണ്ടെന്നുള്ള എങ്ങനെയാ തിരിച്ചറിഞ്ഞ സുകുമാരക്കുറുപ്പ്? തിരിച്ചറിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ആസ് എ പേഷ്യൻ്റ് പറയുമല്ലോ, ഇന്ന കാര്യങ്ങളുണ്ടെന്ന്. അപ്പം ഭാര്യ നേഴ്സാണ്, എത്ര ഭാഷ അറിയാം, മലയാളം എല്ലാം അറിയാമെന്നുള്ള ആ രീതിയിൽ ഡിസ്കഷൻ നടക്കുകയും ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് ഞാൻ പോയി നോക്കിയതാണ്. ഈ എത്ര തവണ ചേച്ചിയുടെ മൊഴി എടുത്തിട്ടുണ്ട് പോലീസ്? ഒരുപാട് ഇങ്ങനെ ഫോൺ ചെയ്ത് നോക്കും. ക്രൈംബ്രാഞ്ചിൽ നിന്ന് ഫോൺ വരുമായിരുന്നു, ആലപ്പുഴയിൽ നിന്ന് ഫോൺ. ഇപ്പൊ ഏറ്റവും അവസാനം ഫോൺ ഇവിടെ വന്നു. ഇപ്പൊ സുകുമാരക്കുറുപ്പിനെ കണ്ടതൊരു ശല്യമായിട്ട് തോന്നുന്നുണ്ടോ? അവിടെ ചെറിയനായിട്ടുള്ള വീട്ടിൽ അവിടെ ഒരു കടയുണ്ട്, സൂപ്പർ മാർക്കറ്റ്. അവിടെയും ക്രൈംബ്രാഞ്ചിൽ സംസാരിക്കും.